ഗോഡ് ബ്ലസ് ടു ഓൾ. എല്ലാ സഹോദരി സഹോദരന്മാർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ വിഷയത്തിൽ നമ്മൾ മനനം ചെയ്യുന്ന അതിൻ്റെ അകത്ത് 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഈ പ്രകാരം പറയുന്നു: നീ അറിയുന്നില്ലേ, നിന്റെ നീ ഒരു യഹോവയുടെ ആലയമാകുന്നു. നിന്റെ യഹോവ നിന്റെ ഹൃദയത്തിൽ, നിന്റെ ആത്മാവിൽ വസിക്കുന്നു. ഇത് നീ അറിയുന്നില്ലേ? ഇത് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ ഇതിൻ്റെ കണ്ടസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, കൊരിന്ത്യയുടെ കലീശയിൽ ഒത്തിരിയും തമ്മിൽ അടിയുണ്ടാകുന്ന സമയത്ത് പൗലോസും അപ്പൊലോസും ഈ കാര്യത്തിൽ ഉണ്ടല്ലോ ഇതിൽ തർക്കങ്ങൾ ഉണ്ടായപ്പോൾ, ഈ സമയത്ത് നമ്മളെ ആത്മീയപരമായ അഭിമാനങ്ങൾ നമ്മൾ കാണിച്ച് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. നമ്മുടെ ശാരീരികമായിട്ട് നമ്മൾ ചിന്തിച്ച് നമ്മുടെ കലീശയെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പൗലോസ് അതിനെ ഓർത്തുകൊണ്ടാണ്, ഈ കാര്യങ്ങളെ ഓർത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഈ നമ്മുടെ കലീശ എന്ന് പറയുന്നത്, നമ്മുടെ ചർച്ച് എന്ന് പറയുന്നത് ഒരു കല്ലും മണ്ണും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബിൽഡിംഗ് അല്ല. അത് നേരെ മറിച്ച് നമ്മൾ ഓരോരുത്തരും ആ കലീശയാകുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആത്മാവിൽ ദൈവത്തെ വസിപ്പിക്കുമ്പോൾ നമ്മുടെ കലീശ നമ്മൾ സ്വയമാകുന്നു. ഇത് വചനത്തിൽ ആ വചനത്തിൻ്റെ ഓരോ അർത്ഥത്തിൽ ഓരോ വാക്കുകൾ നമ്മൾ എടുത്തു വരുമ്പോൾ, നീ അറിയുന്നില്ലയോ, നീ അത് എന്നെ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊരു വാർണിംഗ് കൊടുത്ത് നമ്മളൊരു ആളിനെ താക്കീത് കൊടുത്ത് പറയുന്ന മാതിരിയാണ് അവിടെ പറയുന്നത്. ഇത് നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ ഈ കാര്യങ്ങൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, നമ്മുടെ ഉള്ളിൽ, നിൻ്റെ ഉള്ളിൽ നീ വസിക്കുന്നത് യഹോവയാണെന്നുള്ളത് നിനക്കറിയില്ലേ എന്നുള്ള വാക്കാണ്. നീ വാക്കെന്നാണ് ആ വാക്യത്തിൻ്റെ അകത്ത് പറയുന്നത്. നീ വാക്യം എന്ന് പറയുന്നത് അതൊരു പ്ലൂറൽ വാക്യമാണ്. അത് ഒരു വ്യക്തിപരമായിട്ട് നമ്മളെപ്പറ്റിയും, അതോടൊപ്പം ആസ് എ ഹോൾ കലീശയെപ്പറ്റിയും, നമ്മുടെ ചർച്ചിനെ പറ്റിയുമാണ് രണ്ട് രീതിയിലും അതിനെ നീ എന്ന ഉദ്ദേശത്തിൽ സംബോധന ചെയ്യുന്നുണ്ട്. അപ്പോൾ യഹോവയുടെ ആലയം എന്ന് പറയുമ്പോൾ, പഴയ നിയമങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ, യഹോവ എവിടാണ് വസിക്കുന്നു അതിനെയാണ് നമ്മൾ മന്ദിരമെന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഇന്ന് ഈ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന യഹോവ വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ നമ്മൾ മന്ദിരമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. അതായത് ഇതിൻ്റെ അർത്ഥം നമ്മൾക്ക് മനസ്സിലാകേണ്ട ഈ വിധത്തിൽ, അതായത് യഹോവയുടെ ആലയം കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും മാത്രമല്ല, ഹൃദയത്തിൻ്റെ ശുദ്ധീകരണത്തിൽ കൂടെ നിർമ്മിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നമ്മളത് നിർമ്മിക്കുമ്പോൾ മാത്രമേ യഹോവ നമ്മുടെ ആത്മാവിൻ്റെ അകത്ത് വസിക്കുകയും നമ്മളെ പെർമനൻ്റായിട്ട് നമ്മുടെ കൂടെ ഇരിക്കുകയും നമ്മളെ ഒരു ടെമ്പററി ആയിട്ടുള്ള വ്യവസ്ഥയല്ല നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന വ്യവസ്ഥ പെർമനൻ്റായിട്ടുള്ള ഒരു വ്യവസ്ഥയിലാണ് യഹോവ നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഇതിനെ നമ്മൾ പൂർണ്ണ റെസ്പെക്റ്റോടുകൂടി, അതോടൊപ്പം തന്നെ പൂർണ്ണ റെസ്പോൺസിബിലിറ്റിയോടുകൂടി നമ്മളതിനെ സ്വീകരിക്കേണ്ടത് ഒരു അവസ്ഥയാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനെ ആത്മീയപരമായി നമ്മൾ വ്യാഖ്യാനിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എൻ്റെ ഓരോ അവസ്ഥകളും ഞാൻ ഈ ആത്മീയപര വളർച്ചയിൽ കൂടെ നമ്മൾ പരിവർത്തനം ചെയ്യുന്നു. എന്താ, ഇനി ഞാൻ എന്നുള്ള ആ വാക്കുകളിൽ നിന്ന് മാറിയിട്ട് എൻ്റെ ശരീരത്തിൻ്റെ അകത്ത് വെറും ആത്മാവ് യഹോവയുടെ ആത്മാവ് വസിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. രണ്ടാമത്തെ, നമ്മൾ കലീശയുടെ നഷ്ടം എന്ന് പറയുമ്പോൾ ആ മന്ദിരത്തിൻ്റെ മൊത്തത്തിൻ്റെ നഷ്ടമായിട്ട് നമ്മൾ കണക്കിലെടുക്കും. അത് നമുക്ക് ദോഷം ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ആത്മാവിനെ നമ്മൾ നശിപ്പിക്കുമ്പോൾ നമ്മുടെ ഓൾ നമ്മൾ നശിക്കുന്നത് ഒരവസ്ഥയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അത് നമ്മൾ 1 കൊരിന്ത്യർ 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമുക്ക് ഇതിനെപ്പറ്റി നമുക്ക് മുൻപോട്ട് ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ നമ്മളെ അതിൻ്റെ അകത്ത് വാർണിംഗ് തരുന്നുണ്ട്. ഏതവൻ മന്ദിരത്തിനെ നഷ്ടപ്പെടുത്തുന്നു, യഹോവ അവനെ പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അകത്ത് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ മന്ദിരത്തിൽ നമ്മൾ മറ്റുള്ളവരോട് ഈർഷ്യ കഴിക്കുകയും, മറ്റുള്ളവരോട് ബഹളം വയ്ക്കുകയും, മറ്റുള്ളവർ വഴക്കുണ്ടാക്കുകയും, ആത്മീയപരമായ
ചീറി തിന്നുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ നമ്മുടെ ഈ മന്ദിരം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിനെ ഒരു വളരെ നിസ്സാരമായിട്ട് കണക്കാക്കാതെ അതിനെ നമ്മുടെ അത് വളരെയധികം പവിത്രതയുള്ള ഒരു മന്ദിരമാണ് എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സമയത്ത് നമുക്ക് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കുമ്പോൾ, നമ്മൾ ഒരു രാജാവിൻ്റെ ഒരു പാലസ് നമ്മൾ നിർമ്മിച്ച് കഴിയുമ്പോൾ ആ രാജാവ് അവിടെ കയറി വരുന്ന സമയത്ത് അതിൻ്റെ വ്യവസ്ഥ നമ്മൾ വൃത്തിയാക്കിയെടുക്കുന്നു, അതിൻ്റെ പരിശ്രമം മൊത്തം വൃത്തിയാക്കിയെടുക്കുന്നു, അതിൻ്റെ അകത്ത് ഇരിക്കുന്നവർക്ക് വളരെ റെസ്പെക്റ്റോടുകൂടി ഇരിക്കത്തക്ക രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് എൻ്റെ ഉള്ളിൽ യഹോവയായ രാജാവ് എൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ പാലസിൽ വന്ന് ഇരിക്കാൻ വരുമ്പോൾ എനിക്ക് അത് ചെയ്തു കൊടുക്കേണ്ടത്. അതിൻ്റെ അകത്ത് ആത്മാവിൻ്റെ അകത്ത് എങ്ങനെ ആ യഹോവയുടെ എന്നിൽ വസിക്കാൻ പറ്റുമോ, എൻ്റെ പാലസിൽ ഇരിക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി വേണം ഞാനത് പൂർണ്ണ ഹൃദയത്തോടുകൂടി ഒരു സെൽഫ് റെസ്പെക്റ്റോടുകൂടി മറ്റുള്ളവരെ ബഹുമാനിക്കത്തക്ക രീതിയിലും ഒരു പാലസിലിരിക്കുന്ന ഒരു രാജാവിനെ പോലും നമ്മുടെ യഹോവയെ നമ്മുടെ ആത്മാവിൽ സ്വീകരിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലുകളിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണുന്ന ശരീരത്തിന് പ്രയാസം ഉണ്ടാകുമ്പോൾ, ശരീരത്തിന് അസുഖങ്ങളുണ്ടാകുമ്പോൾ, അത് വളരെ മോശമായ അവസ്ഥ വരുമ്പോൾ നമ്മൾ രോഗത്തിനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഈ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവിടെ അവരവിടെ ട്രീറ്റ്മെൻറ്റ് വരുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ ആത്മാവിൽ നമുക്ക് രോഗങ്ങൾ പിടിച്ച് പാപങ്ങൾ നമ്മൾ ചെയ്ത് രോഗങ്ങൾ പിടിച്ച് അതിന് ഇൻഫെക്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ ഈ ആത്മാവിനെ ഇൻഫെക്ഷൻ തന്നെ പശ്ചാത്താപത്തിൻ്റെ മരുന്നുകൊണ്ട് നമ്മൾ അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് ആ രോഗത്തിനെ നമ്മൾ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ വിധത്തിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇത് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആത്മാവിൽ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മുടെ ഉള്ളിൽ നമ്മൾ പശ്ചാത്താപത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ യഹോവയെ നമ്മൾ അതിൻ്റെ അകത്ത് നമുക്ക് കൊണ്ടുവന്ന് വാസം ചെയ്യിപ്പിക്കാനായിട്ട് അതിനുവേണ്ടി നമ്മൾ ഒരുക്കമുണ്ടാവുള്ളവരായിത്തീരണം. ഇന്ന് ഈ വചനത്തിൽ കൂടെ നമുക്ക് എന്താണ് പഠിക്കാൻ പറ്റുന്നത്? എൻ്റെ ജീവനെ എനിക്ക് പവിത്രമായി ജീവിക്കണം. അതിനെന്ത് ചെയ്യണം? എനിക്ക് തന്നെ എൻ്റെ ചിന്താഗതി, എൻ്റെ സംസാരങ്ങൾ, എൻ്റെ കർമ്മങ്ങൾ എല്ലാം എനിക്ക് വ്യത്യസ്തപ്പെടുത്തണം. അതുപോലെ തന്നെ കലീശയിൽ ഉണ്ടാകുന്ന പൊട്ടലും ചീറ്റലും അത് നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ നിന്ദിക്കുകയും മറ്റുള്ളവർ ഈർഷ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ആൾക്കാർ തമ്മിൽ കൂട്ടായ്മയിൽ നമുക്ക് വിഭജനം ചെയ്യുകയും അല്ലെങ്കിൽ അവിടെ അകൽച്ച ഉണ്ടാക്കുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, നമ്മുടെ ആത്മാവിനെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ അതുകൊണ്ട് നമുക്ക് ഇമ്മോറലായിട്ടുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ആത്മീയ ആലസ്യം നമ്മൾ ദൂരെ മാറി നിൽക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഡ്രഗ്സും മറ്റു കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവരുടെ മൂർത്തി പൂജകളിൽ നിന്ന് നമുക്ക് ദൂരെ മാറി നിൽക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് അതുപോലെ നമ്മുടെ ആത്മാവിൻ്റെ സൗണ്ടിനെ നമുക്ക് കേൾക്കേണ്ടതായിട്ടിരിക്കുന്നു. ആ ആത്മാവിൻ്റെ സൗണ്ട് നമ്മുടെ ഉള്ളിൽ ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗം നമ്മളെ നിശ്ചയിക്കുന്നത്. നമുക്ക് എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം എന്നുള്ളത് നമ്മൾ ആത്മാവിൻ്റെ സൗണ്ടിക്കുള്ളിൽ നമ്മൾ കേട്ടുകൊണ്ട് നമ്മൾ പോകണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, യോഹന്നായുടെ 14 അധ്യായത്തിൽ 23 അധ്യായത്തിൽ പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ വന്ന് വസിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ വന്ന് വസിക്കും. ഇത് തന്നെയാണ് ഇന്ന് 1 കൊരിന്ത്യർ 3 അധ്യായം 16 വാക്യത്തിൽ നമുക്ക് പറയപ്പെടുന്നത്. ഇതിൽ നിന്ന് നിഷ്കർഷം നമ്മൾ ഇത് എടുക്കേണ്ടത്, നമ്മളൊരു സാധാരണ വ്യക്തിയല്ല, നമ്മൾ യഹോവയുടെ ആലയമാകുന്നു. നമ്മൾ ഈ ആലയത്തിനെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് തോന്നണം. ഈ ആലയത്തിൽ ഉണ്ടാകുന്ന അശുദ്ധികൾ, ഈ ആലയത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ,
ഈ രോഗങ്ങളെ നമുക്ക് പശ്ചാത്താപത്തിൽ കൂടി നമുക്കതിനെ ശുദ്ധീകരിച്ചുകൊണ്ട് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണം നമ്മുടെ ഈ ആലയത്തിനെ ശുദ്ധീകരിച്ച് ഇപ്പോൾ ആ ആലയത്തിൽ ദൈവത്തെ വസിപ്പിച്ചുകൊണ്ട് വേണം നമുക്ക് നമ്മുടെ ജീവിതത്തിന് മാർഗം നേതൃത്വം കൊടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകേണ്ടി എന്നുള്ള ഈ വചനത്തിൽ കൂടെ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതം നമുക്ക് നവീകരിക്കപ്പെടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിനും നമുക്കും വ്യക്തിപരമായിട്ടും എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചു എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് ടു ഓൾ.